ഈ കഥ കേൾക്കാൻ തുടങ്ങുന്ന നിന്നോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരിക്കലെങ്കിലും നിന്റെ നന്മ തെറ്റായി വായിക്കപ്പെട്ടിട്ടില്ലേ? നീ ഹൃദയം തുറന്നു നൽകിയപ്പോൾ അതിനെ ചിലര് വില കുറച്ച് കാണിച്ചിട്ടില്ലേ? നിന്റെ മൗനം അവർ കുറ്റസമ്മതമായി കരുതിയിരുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഈ കഥ നിനക്കാണ്. നിന്റെ പോലെ തന്നെ ഒരാളുടെ കഥ, ശബ്ദമുയർത്താതെ വേദന സഹിച്ച ഒരാളുടെ കഥ, ഹൃദയം തുറന്നു കൊടുത്തതിനുള്ള വില പഠിച്ച ഒരാളുടെ കഥ. ശാന്തമായി കേൾക്കൂ. ചിലപ്പോൾ ചില വരിയിൽ നീ നിന്നെ തന്നെ കണ്ടേക്കാം. യാസിർ ഒരു സാധാരണ യുവാവായിരുന്നു. പക്ഷെ അവൻ്റെ ഹൃദയം സാധാരണമായിരുന്നില്ല. സ്നേഹിക്കാൻ വന്നാൽ പൂർണ്ണമായി സ്നേഹിക്കുന്നവൻ, വിശ്വസിക്കാൻ വന്നാൽ മുഴുവനായി വിശ്വസിക്കുന്നവൻ. യാസിർ ശരിക്കും ഒരു തുറന്ന പുസ്തകം പോലെയായിരുന്നു. ആ പുസ്തകത്തിന് താക്കോലില്ലായിരുന്നു. ആർക്കും തുറന്നു വായിക്കാം, ആർക്കും അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. നാട്ടിലെ സുഹൃത്തുക്കൾക്കിടയിലും അവനെ വിളിച്ചത് ചങ്ക് പറിച്ചു കൊടുക്കുന്നവൻ എന്നാണ്. ആർക്കെങ്കിലും പണം വേണോ? യാസിർ ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും സംസാരിക്കാൻ ഒരാൾ വേണോ? യാസിർ ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും കരയാൻ ഒരു തോളോ? യാസിർ ഉണ്ടായിരുന്നു. സ്വന്തം ഉറക്കം കളഞ്ഞ് മറ്റൊരാളുടെ വേദന കേൾക്കുന്നവൻ, തൻ്റെ കയ്യിലെ അവസാന രൂപ പോലും മറ്റൊരാൾക്കായി ചിലവാക്കുന്നവൻ, സുഹൃത്തിൻ്റെ പ്രശ്നം സ്വന്തം പ്രശ്നമായി ഏറ്റെടുക്കുന്നവൻ. അവൻ്റെ ചിരിയിൽ കള്ളമില്ല, അവൻ്റെ വാക്കുകളിൽ തന്ത്രങ്ങളില്ലായിരുന്നു, അവൻ്റെ സൗഹൃദത്തിൽ കണക്കുകൂട്ടലില്ല. പക്ഷെ ഒരു കാര്യം യാസിർ വൈകിയാണ് മനസ്സിലാക്കിയത്. എല്ലാ ഹൃദയങ്ങളും തൻ്റെ പോലെ ശുദ്ധമല്ല. എന്തിനാ എല്ലാവരും അവനെ ഇഷ്ടപ്പെടുന്നത്? അവൻ ഇത്ര നല്ലവനായി നടിക്കേണ്ട കാര്യമുണ്ടോ? ഈ ചോദ്യങ്ങൾ ആദ്യം തമാശയായി തുടങ്ങിയതായിരുന്നു. പിന്നീട് ചിരികളായി, അതിനുശേഷം സംശയങ്ങളായി, അവസാനം കുറ്റപ്പെടുത്തലുകളായി. യാസിർ സ്നേഹത്തോടെ പങ്കുവച്ച രഹസ്യങ്ങൾ, വിശ്വാസത്തോടെ പറഞ്ഞ ചെറിയ പരിഭവങ്ങൾ, ചിരിച്ചുകൊണ്ട് പറഞ്ഞ സ്വകാര്യ തമാശകൾ പതിയെ വളച്ചൊടിക്കപ്പെട്ടു. വാക്കുകൾക്ക് പുതിയ അർത്ഥങ്ങൾ ചേർന്നു, ഉദ്ദേശങ്ങൾ മാറ്റി എഴുതപ്പെട്ടു. അവൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും അവൻ്റെ പേരിൽ പ്രചരിച്ചു. ഒരു വൈകുന്നേരം ഓഫീസിൽ നിന്ന് മടങ്ങുമ്പോൾ യാസിർ മറഞ്ഞു നിന്നൊരു സംഭാഷണം കേട്ടു. അവന് ജീവന് തുല്യം വിശ്വസിച്ച ഒരാൾ അവൻ്റെ വാക്കുകൾ ട്വിസ്റ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് മുന്നിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ചുറ്റുമുണ്ടായിരുന്നവർ ചിരിച്ചു, തലകുലുക്കി, അവനെ കുറ്റപ്പെടുത്തി. ആ നിമിഷം യാസിറിൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് പൊട്ടി. അത് കോപമല്ലായിരുന്നു, അത് വേദനയായിരുന്നു. വീട്ടിലെത്തി കണ്ണാടിക്ക് മുന്നിൽ നിന്നപ്പോൾ തൻ്റെ തന്നെ കണ്ണുകളോട് ചോദിച്ചു, ഞാനിങ്ങനെ തെറ്റായി വായിക്കപ്പെടാൻ അർഹനാണോ? എനിക്ക് സത്യം പറഞ്ഞ് എല്ലാം ക്ലിയർ ചെയ്യണ്ടേ? അവൻ്റെ മനസ്സ് നിലവിളിച്ചു. പോ, നിന്നെ തെളിയിക്കൂ. ആ പറയുന്നവനെ, നിന്നെ കുറ്റപ്പെടുത്തിയവൻ്റെ മുഖം മൂടി വലിച്ചെറിയൂ. നിന്റെ കയ്യിലുള്ള തെളിവുകൾ നീട്ടി നീ നിന്നെ രക്ഷിക്കൂ. പക്ഷേ ആ രാത്രി അവൻ മറ്റൊരു വഴി തിരഞ്ഞെടുത്തു. വുളൂ ചെയ്തു. തണുത്ത വെള്ളം മുഖത്ത് തട്ടുമ്പോൾ ഉള്ളിലെ ചൂട് അല്പം ശമിച്ചു. മുസല്ലയിൽ ഇരിക്കുമ്പോൾ ഹൃദയം അതിശക്തമായി മിടിച്ചു. സുജൂദിൽ വീണ നിമിഷം അവൻ കരഞ്ഞു, അടക്കാതെ, മറിച്ചു വയ്ക്കാതെ. യാ അല്ലാഹ്, ഞാൻ എൻ്റെ ഹൃദയം മനുഷ്യർക്ക് തുറന്നു കൊടുത്തു. അവർ അത് തെറ്റായി വായിച്ചു. എൻ്റെ ഉദ്ദേശം നീ അറിയുന്നു. എനിക്ക് ആരോടും പോരാടാൻ ശക്തിയില്ല. എൻ്റെ സമാധാനം ഞാൻ നിനക്ക് വിട്ടുകൊടുക്കുന്നു. ആ സുജൂദ് ദൈർഘ്യമേറിയിരുന്നു. ആ സുജൂദിൽ യാസിർ 2 കാര്യങ്ങൾ വിട്ടുകൊടുത്തു: ആളുകളുടെ അഭിപ്രായം, സ്വയം തെളിയിക്കാനുള്ള ആവശ്യം. അവർ എഴുന്നേറ്റപ്പോൾ അവൻ പഴയ യാസിർ ആയിരുന്നില്ല. മാറിയെങ്കിലും കഠിനനായില്ല. അവൻ ഹൃദയം പൂട്ടി, പക്ഷേ കല്ലാക്കി മാറ്റിയില്ല. അവൻ സംസാരിക്കുന്നത് കുറച്ചു, പക്ഷേ ദേഷ്യം വളർത്തിയില്ല. അവൻ ദൂരമായി, പക്ഷേ അഹങ്കാരിയായി മാറിയില്ല. പലരും പറഞ്ഞു അവൻ മാറി, ജാടയായി. പക്ഷേ യാസിറിന് അറിയാമായിരുന്നു, ഇത് അഹങ്കാരമല്ല, ഇത് ആത്മസംരക്ഷണമാണ്. അവൻ പഠിച്ചു, സ്നേഹം എല്ലാവർക്കും കൊടുക്കാം, പക്ഷെ വിശ്വാസം വിവേകത്തോടെ മാത്രം കൊടുക്കണം. അവൻ മനസ്സിലാക്കി, ഹൃദയം ഒരു പൊതുസ്ഥലമല്ല, അത് ഒരു അമാനത്താണ്.
അതാരുടെയും കാൽക്കീഴിൽ വയ്ക്കാൻ പാടില്ല. കാലം കടന്നു. കെട്ടിച്ചമച്ച വാക്കുകൾ കാറ്റിൽ പറന്നു. സത്യം പതിയെ തൻ്റെ വഴി കണ്ടെത്തി. ഒരിക്കൽ ചിരിച്ചവർ നിശബ്ദരായി, ഒരിക്കൽ കുറ്റപ്പെടുത്തിയവർ തല താഴ്ത്തി. പക്ഷേ അതുവരെ യാസിർ മാറി വളർന്നിരുന്നു. സത്യം തെളിഞ്ഞപ്പോൾ അവൻ സന്തോഷത്തോടെ ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചില്ല. അവൻ ആരെയും ലജ്ജിപ്പിച്ചില്ല, ആരെയും വെറുത്തില്ല. കാരണം അവൻ ഇതിനകം ഒരു വലിയ യുദ്ധം ജയിച്ചിരുന്നു, സ്വന്തം ഹൃദയത്തോടുള്ള യുദ്ധം. അവൻ മനസ്സിലാക്കി, എല്ലാവരും നമ്മളെ മനസ്സിലാക്കണമെന്നില്ല, എല്ലാവരും നമ്മളെ വിലമതിക്കണമെന്നില്ല. പക്ഷേ നമ്മൾ നമ്മളെ നഷ്ടപ്പെടുത്തരുത്. ആ ദിവസം മുതൽ യാസിർ തൻ്റെ ഹൃദയത്തിന് കാവൽ നിന്നു. അത് പൂട്ടിയില്ല, പക്ഷേ ആരെ അകത്തേക്ക് കടത്തണമെന്ന് തിരഞ്ഞെടുക്കാൻ പഠിച്ചു. അവൻ സഹായം നിർത്തിയില്ല, പക്ഷേ ഇനി അതിരുകൾ വരച്ചു. അവൻ സ്നേഹം നിർത്തിയില്ല, പക്ഷേ സെൽഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്തു. വീട്ടിലെത്തി അവൻ സ്വയം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ എല്ലാവർക്കും തെളിയിക്കാൻ ഞാൻ നിന്നിട്ടില്ല. എൻ്റെ ഉദ്ദേശം ശുദ്ധമാണെങ്കിൽ അള്ളാഹു മാത്രം മതി. അവൻ്റെ ഉള്ളിൽ സമാധാനം വന്നു. ആ സമാധാനം ലോകം കൊടുക്കുന്ന അംഗീകാരത്തേക്കാൾ വലിയതായിരുന്നു. ഈ യാസിറിൻ്റെ കഥ നിനക്കൊരു പാഠമാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. എല്ലാവർക്കും ചങ്കുപറിച്ചു നൽകേണ്ടതില്ല. നിന്റെ നന്മയ്ക്ക് അതിരുകൾ വേണം. നിശബ്ദത പലപ്പോഴും ഏറ്റവും വലിയ മറുപടിയാണ്. നിന്നെ തെറ്റായി മനസ്സിലാക്കുന്നവരെ പിന്തുടരേണ്ടതില്ല. നിന്നെ ശരിയായി മനസ്സിലാക്കുന്ന ഒരാൾ മതി, അള്ളാഹു. നീ നല്ലവനായി തുടരൂ, പക്ഷേ നിന്നെ തന്നെ തകർക്കുന്നത്ര നല്ലവനാകരുത്. നീ സ്നേഹിക്കൂ, പക്ഷേ സ്വയഭിമാനം വിട്ടുകൊടുക്കാതെ. നീ വിശ്വസിക്കൂ, പക്ഷേ വിവേകത്തോടെ. ഒരു ദിവസം നീ തിരിച്ചറിയും, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം മറ്റുള്ളവരെ തോൽപ്പിച്ചതല്ല, നിന്റെ ഹൃദയം തകർന്നിട്ടും നീ ദേഷ്യമില്ലാതെ തുടരാനായത് തന്നെയാണ്. നിന്റെ ആത്മാവ് അമൂല്യമാണ്. അത് എല്ലാവരുടെയും കയ്യിൽ കൊടുക്കരുത്. അത് സൂക്ഷിക്കൂ, അത് ശുദ്ധമായി നിലനിർത്തൂ. അത് അള്ളാഹുവിനോട് അടുത്താക്കി സൂക്ഷിക്കുക. കാരണം അവസാനം ജനങ്ങളുടെ ശബ്ദം മങ്ങും, കഥകൾ മാറും, അഭിപ്രായങ്ങൾ തിരിയും. പക്ഷേ ശുദ്ധമായ ഒരു ഹൃദയം അതൊരിക്കലും പരാജയപ്പെടുകയില്ല.